ഹലോ ഗായ്സ്, ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഒരു വെറൈറ്റി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുസിരീസ് സ്പൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പായസത്തിൻ്റെ മിക്സാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് പായസത്തിന് കരിക്കിൻ്റെ അതും പഞ്ചസാര അങ്ങനെ ഒരു മിക്സ് ഉണ്ട്, 200 ഗ്രാം. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത്. പാല് വെച്ചിട്ടുണ്ട്. പാല് തിളച്ചതിന് ശേഷം ഈ മിക്സ് അതിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം അത് വേവാൻ വേണ്ടി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ആവശ്യത്തിന് കശുവണ്ടി, മുന്തിരി, നെയ്യിൽ വറുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡി. പക്ഷേ നമ്മളിപ്പോൾ പാല് മാത്രമേ ഉണ്ടാക്കി ചൂടിലാക്കാൻ വെച്ചിട്ടുള്ളൂ. ഈ മിക്സിൽ പഞ്ചസാരയും ഏലക്കയും ഇല്ല യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ കരിക്ക്. അതിൻ്റെ കൂടെ ഇതിനകത്ത് അടയും കൂടി മിക്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏലക്ക ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ ഓണത്തിന് ഇതിപ്പോൾ 2ാമത്തെ പായസമാണ്. ആദ്യം നമ്മൾ പവിഴത്തിൻ്റെ അട മാത്രമുള്ള പായസം ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. വളരെ ഡെലിഷ്യസ് ആൻഡ് റിച്ച് ആൻഡ് സ്വീറ്റ് ആൻഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇപ്പം ഒരു വെറൈറ്റിക്ക് നമ്മൾ കരിക്ക് പായസം ഉണ്ടാക്കുവാന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ടല്ലോ, ഇതും ഒന്നും പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചു. പാല് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. പാല് ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആദ്യം അത് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രിസ്റ്റൽ പോലത്തെ സാധനങ്ങളാണ്, അതാണ് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, എന്ന് വെച്ചാൽ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. തിളച്ച് പോവാതെ നോക്കണം. ഇതിപ്പോൾ ഇട്ടപ്പോൾ പാത്രം നിറച്ചുണ്ട്. ഇനി വേവാൻ സമയം ഉണ്ടാവുമോ അറിയില്ല. ഇനി തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇട്ടിട്ട് പോകുന്നത് അത്ര ബുദ്ധിയല്ല, ചിലപ്പോൾ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് പോകാതെ തന്നെ ഇവിടെ നിൽക്കുന്നേക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ പാല് നമ്മൾ പോയോ എന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കും. അതോടുകൂടി പായസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പം നമ്മുടെ കരിക്ക് പായസം മിക്സിൽ ഇതിന് വില വന്നിട്ട് 95 റുപ്പീസാണ്. അതെങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, വേറെ സീനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വാങ്ങിയതാണ്, ഉണ്ടാക്കിയിട്ട് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമ്മുടെ പായസത്തിന് ചെറിയൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്, അതായത് പാലിൻ്റെ കളറൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇനി വേവണം, തേക്കണം. ഇപ്പം സിമ്മിലിട്ടിട്ടുണ്ട്. ഇതിട്ടിട്ട് അവിടെ പോകാൻ പറ്റില്ല, കൂടെ തന്നെ നിൽക്കണം. ഞാൻ പാത്രം എടുത്തപ്പോൾ ഇച്ചിരി ചെറുതായി, അതായത് 1 ലിറ്റർ പാലേ ഉള്ളൂ, 200 ഗ്രാം ഇതല്ലേ ഉള്ളൂ. കാരണം കുറേ പാലിൻ്റെ അളവൊന്നും കൂട്ടാൻ പോയില്ല. ഞങ്ങൾ ഇവിടെ ഒരു 4 പേരല്ലേ ഉള്ളൂ, അതാണ് ഇത് തന്നെ മതി, ഇത് തന്നെ ധാരാളം. അപ്പം അത് വേവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പായസം ഏതാണ്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നേരത്തെ യെല്ലോ കളറിലായിരുന്ന എല്ലാം തന്നെ അട പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല വെന്തു. ഇനി നമുക്ക്
പായസം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാട കിട്ടും. പാട കെട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്കുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് ഇതിന് മുകളിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പായസത്തിൽ പാട കെട്ടില്ല. അതായത് പാൽപ്പാട വന്നിങ്ങനെ കിടക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ ഇത് പരുവായിട്ടുണ്ട്. ഇനി ആറി കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിക്കോളും. ഇതിലും തിക്കായിക്കോളും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഏതായാലും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് കുടിക്കാം. ഓക്കേ. അപ്പം നമുക്കിനി കശുവണ്ടി നെയ്യിൽ വറുത്ത് എടുക്കാം. ആദ്യമേ കശുവണ്ടി വേണം വറുത്ത് കോരാൻ. അല്ലാതെ മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ കശുവണ്ടിക്ക് ഇച്ചിരി വറുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് എപ്പോഴും കശുവണ്ടി ആദ്യം ഇടാൻ വേണ്ടി നോക്കണം. മുന്തിരി നമുക്ക് ഇത് സ്റ്റീം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പരുവായി കിട്ടും. അപ്പം എൻ്റെ കയ്യിൽ കശുവണ്ടി ഉണ്ട്, പക്ഷെ മുന്തിരി എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി ആയിരിക്കണം കേട്ടോ. മൊരിയട്ടെ കേട്ടോ. കശുവണ്ടി ഏതാണ്ട് ഗോൾഡൻ കളറായി. നമുക്ക് വേഗം എടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് മുന്തിരി ഇടാവേ. ഇനി നമുക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി അങ്ങോട്ട് എണ്ണ ഉൾപ്പെടെ അങ്ങോട്ട് ഒഴിക്കണം. അതോടുകൂടി പായസത്തിൻ്റെ കാര്യം റെഡിയായി. അപ്പോൾ ഈ കൊല്ലത്തെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെല്ലാം കൂടി നമ്മൾ ഇതിനകത്തോട്ട് തട്ടി. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ വിളമ്പാം. കരിക്ക് പായസം അല്ലേ? പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പായസമാണ്. ഇനി ശരിക്കുള്ള പായസത്തിനെക്കാട്ടി ഇത്തിരി മധുരം നല്ലതായിട്ടോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.